എന്നിട്ട് നീ എന്തിനാടോ ഉറക്കനെ സംസാരിക്കുന്നേന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി കുത്തി. ഇങ്ങനെ വെച്ചിട്ട് നല്ല ഫാസ്റ്റില് കൊറേ വട്ടം കുത്തി. അപ്പൊ ഇവിടെ ഇതായി, ഇവിടെ വേനയായി. അപ്പൊ ഇവിടെയൊക്കെ കുത്തി, വിരലിലൊക്കെ കുത്തുകൊണ്ട്, പിന്നെ വയറ്റിലും കൊണ്ട് കാലിലും കൊണ്ട് ഇവിടെയും കൊണ്ട്. ഈ പയ്യൻ സ്ഥിരം ഉപദ്രവിക്കാറുണ്ടോ? ആ, തെറിയും വിളിക്കാറുണ്ട്. തെറി വിളിച്ചോണ്ടാ തല്ലിയത്. സ്കൂളിൽ കാര്യമൊക്കെ പറയാറുണ്ടോ? ഇല്ല, ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് അങ്ങനെ കൂടുതൽ പറയാം. അമ്മേന്റെ അടുത്തും ചേച്ചിന്റെ അടുത്തൊക്കെ. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു? എന്നെ കാല് വെച്ച് ആദ്യം താഴെ എത്തി. എന്നിട്ട് നീ എന്തിനാടോ ഉറക്കനെ സംസാരിക്കുന്നേന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. അപ്പോ എന്താണ്, കയ്യിന് കൊറേ അടി കൊണ്ട്, ഇവിടെയും കൊണ്ട് ഇവിടെയും കൊണ്ട്, വിരലിനൊക്കെ കൊണ്ട്, കാലിന് ഒരു ചവിട്ടം വന്നു ഈ കാലിന്, പിന്നെ നെറ്റിക്കൊരിടി കൊണ്ട്, വയറ്റിനൊരിടിയും കൊണ്ട്. എന്നിട്ട് കയ്യില് എന്താണ് വേദന സഹിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു വീട്ടില്. ഇങ്ങനെ വീട്ടില് പറഞ്ഞേ. അപ്പൊ അമ്മച്ചി കുറച്ചേരം വെയിറ്റ് ചെയ്തു. അത് കുഴപ്പമില്ല, ഇത് എന്നും നടക്കുന്നതല്ലേ, കൂട്ടുകാർ ഒരു രീതിയിൽ തല്ലിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു 6 മണിയായിട്ട് എനിക്ക് വേദന കുറയാത്തതുകൊണ്ട് അമ്മച്ചി ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ എന്നിട്ട് അവളെ കാണിച്ചപ്പോ നാളെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. ഓർത്തോല് കൊണ്ടുവന്ന് കാണിച്ചു അടുത്ത ദിവസം. അപ്പൊ അഡ്മിറ്റ് ആക്കി. ബുധനാഴ്ച കുറച്ച് ദിവസവും മറ്റും കഴിഞ്ഞപ്പോ മുതൽ തല്ലാൻ തുടങ്ങിയതാ. എന്നാ ഇത്ര വിഷയാക്കാനൊന്നുമില്ല. ഇത്തിരി വെള്ളം കൂട്ടി ഒഴിഞ്ഞാൽ മതി. നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്നും വേണ്ട, ഇത്തിരി വെള്ളം കൂട്ടി ഒഴിഞ്ഞാൽ മതി. ബുധനാഴ്ച സംഭവിച്ചിട്ട് ഡിസ്ചാർജ് ആവുന്നതിന്റെ അന്ന് വന്നിട്ട് ഡിസ്ചാർജ് ആവുന്നതിന്റെ അന്ന് വന്നിട്ട് എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. എന്റെ കുട്ടിക്ക് സംഭവിച്ചത് അതെന്താന്ന് എനിക്ക് അറിയണം. അത്യാവശ്യം ഞാനിന്ന് കവി വിളിക്കാൻ 10 മണിയാകുമ്പോൾ വിളിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ വിളിച്ചു.